3 കോടി ചിലവിൽ ഉയർന്ന പന്തലിൽ 10,000-ഓളം പേർക്ക് സുഖമായി ഇരിക്കാനും 20,000 പേർക്ക് സദ്യയും ഒരുക്കി. ഇതൊക്കെ ചെയ്തത് ഒരു മലപ്പുറത്തുള്ള വ്യക്തിയാണ് എന്ന് പറയുമ്പോഴാണ് ചിലർ അസ്വസ്ഥരാകുന്നത്. കല്യാണം എന്ന് കേൾക്കുമ്പോൾ തന്നെ ആദ്യം മനസ്സിൽ ഓടിയെത്തുന്നത് പാട്ടും കൂത്തും ഡാൻസൊക്കെയാണ്. കല്യാണം നടത്താൻ വേണ്ടിയിട്ട് നമ്മളൊരു ഏജൻറ്റിനെ പറഞ്ഞുറപ്പിച്ചാൽ വ്യത്യസ്തമായിട്ട് എവിടെയും കാണാത്ത രീതിയിലുള്ള അലങ്കാരങ്ങളും അതിനൊത്ത പരിപാടികളും അവർ തയ്യാറാക്കും. കല്യാണം എന്നതിൻ്റെ നല്ല മഹത്വം അതുകൊണ്ട് തന്നെ ഇന്ന് ഇല്ലാതാക്കി എന്ന് പറയുന്നതാവും നല്ലത്. ലക്ഷങ്ങൾ പൊടിച്ചു കളയുകയും നാട്ടുകാരുടെയും ബന്ധുക്കളുടെയൊക്കെ മുന്നിൽ വലിയ ആളാവാനുള്ള ചില പണക്കാരുടെ പേക്കൂത്തുകളാണ് ഇപ്പോൾ അരങ്ങേറുന്നത്. ആവശ്യമുള്ളതും ഇല്ലാത്തതുമായ ഭക്ഷണങ്ങൾ, അതിനൊത്ത ലഘുഭക്ഷണങ്ങളും എല്ലാം കൂടിയായിട്ട് അവസാനം ഇതൊക്കെ ഭാഗ്യയാലി കുപ്പയിൽ കൊട്ടുകയും ചെയ്യുന്ന ഒരു വൃത്തികെട്ട ഓരോ ചടങ്ങുകൾ തികച്ചും അനാവശ്യം തന്നെയാണ്. 10,000 പേർക്കിരിക്കാവുന്ന പൂർണ്ണമായും ശീതീകരിച്ച വളരെ മനോഹരമായ ഒരു വിവാഹ പന്തൽ, 10 പവൻ ആഭരണവും മനോഹരമായ വസ്ത്രങ്ങളും സദ്യയും. പ്രവാസി വ്യവസായിയായ കോക്കൂർ മുക്കുന്നത്ത് അരക്കൽ അഷ്റഫിന്റെയും മറിയക്കുട്ടിയുടെയും മകന്റെ വിവാഹവേദി നിർധനരായ 25 യുവതികളുടെയും മാംഗല്യ പന്തലായി മാറി. എല്ലാവരുടെയും വിവാഹം ഒരേ വേദിയിൽ നടത്തണമെന്ന് ആഗ്രഹിച്ചു. അതിനൊത്ത മണ്ഡപം കിട്ടാത്തതിനാൽ 3 കോടിയോളം രൂപ ചെലവഴിച്ച പാണംപടയിലെ വയലിൽ ഒരു പന്തലൊരുക്കി. പണമുള്ളവർ ചെയ്യുന്നത് നമുക്ക് സമ്മതിക്കാം. എന്നാൽ അത് കണ്ട് ഇതൊക്കെ ചെയ്യാൻ കടം മേടിച്ച് ലോൺ എടുത്തും ഒപ്പത്തിനൊപ്പം നിൽക്കാൻ ശ്രമിക്കുന്നവരെ കാണുമ്പോൾ കഷ്ടം എന്നല്ലാതെ എന്താണ് പറയുക. ഇവിടെയാണ് ഒരു മനുഷ്യനെ നാം കാണേണ്ടത്. തൻ്റെ മകൻ്റെ കല്യാണത്തിനൊപ്പം 25 യുവതികളുടെ കല്യാണം കൂടി അതേ വേദിയിൽ വെച്ച് നടത്തിയ പ്രവാസിയായ മലപ്പുറം ജില്ലയിൽ എടപ്പാൾ കോക്കൂർ മുക്കുന്നത്ത് അരക്കൽ അഷ്റഫ് എന്ന വ്യക്തിയെ. വിവാഹം എന്ന് പറയുമ്പോൾ നമുക്കൊക്കെ അത്തരത്തിലുള്ള ഒരു സങ്കല്പങ്ങളുണ്ടാകും, അത്രമേൽ ആഗ്രഹങ്ങളുണ്ടാവും. ആ ആഗ്രഹങ്ങളുടെയൊക്കെ സഫലമാകുന്ന ഒരു വേദി കൂടിയാവും വിവാഹവേദി. പക്ഷേ ഇവിടെ എടപ്പാളിൽ ഈ അഷ്റഫ് അരക്കലിൻ്റെ മകൻ മുഹമ്മദ് ഫൈസലിൻ്റെയും വധുവായ സാനിയുടെയും വിവാഹം നടക്കുമ്പോൾ അഷ്റഫ് 25 വധുവരന്മാരുടെ ആഗ്രഹങ്ങൾ കൂടിയാണ്, 25 ദമ്പതിമാരുടെ ആഗ്രഹങ്ങൾ കൂടിയാണ് സഫലമാക്കിയത് എന്നുള്ളതാണ്. സ്വന്തം മകൻ്റെയോ മകളുടെയോ വിവാഹം നടത്തുമ്പോൾ അഷ്റഫ് അത് വളരെ തൻ്റെ ഇഷ്ടപ്രകാരമുള്ള രീതിയിൽ തന്നെ ഈ ശീതീകരിച്ച വിവാഹ പന്തലിൽ 10 പവൻ സ്വർണ്ണാഭരണങ്ങളൊക്കെ നൽകിയാണ് വിവാഹം നടത്തുന്നത്. അതേപോലെ തന്നെ ഈ 25 പേരുടെയും അതേ ഡ്രസ് കോഡിൽ ഇവരണിഞ്ഞ അതേ വസ്ത്ര രീതിയിൽ തന്നെയാണ് മറ്റ് വധുവരന്മാർ. അത് കേരളത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ളവരുണ്ട്, വയനാട് നിന്നും കണ്ണൂർ പാലക്കാട് നിന്നുള്ളവർ ഒക്കെ ഉണ്ട്. അതിൽ ആദ്യമായി ഈ ഒരു അഷ്റഫിന് കൈ കൊടുക്കുമ്പോൾ ഒരു വധു വിതുമ്പുന്നുണ്ട്. അപ്പോൾ അവരുടെ ഒരു ആഗ്രഹ സഫലീകരണത്തിന് കൂടി, അവരുടെ ഒരു സ്വപ്നത്തിന് കൂടി സാക്ഷിയായ വേദി കൂടിയാണ് ആ വിവാഹ വേദി. അഷ്റഫ് മറിയക്കുട്ടി ദമ്പതികളുടെ മകൻ മുഹമ്മദ് ഫൈസൽ, അബ്ദുൽ ആരിഫ് സൈഫുന്നിസ മകൾ സാനി എന്നിവരുടെ കല്യാണ ദിവസമാണ് അഷ്റഫ് എന്ന സ്നേഹനിധിയായ മനുഷ്യൻ നിർധരരായ 25 യുവതികൾക്കു കൂടി മംഗല്യഭാഗ്യം സമ്മാനിച്ചത്. ശ്രീരഞ്ജിനി ഗൂഡല്ലൂരിലെ ജഴ്സിത, വയനാട്ടിലെ തിസ്നി, കരിപ്പൂരിലെ അഖില, പഴയന്നൂരിലെ സെമീമ, കവളപ്പാറയിലെ ലിയ, വടക്കഞ്ചേരിയിലെ അഞ്ജന തുടങ്ങി ജാതി മതം ഒന്നും നോക്കാതെ അവരെയെല്ലാം അവർക്ക് ഇഷ്ടമുള്ള പയ്യന്മാരുടെ കൈകളിൽ ഏൽപ്പിച്ചത്. ഇവിടെ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളുണ്ട്. തൻ്റെ മകനും മരുമകളും ധരിച്ച അതേ ഡ്രസ്സുകളാണ് അവർക്കും സെലക്ട് ചെയ്തത്. മാത്രമല്ല അവരവരുടെ വിശ്വാസവും ആചാരവും അനുസരിച്ചുള്ള താലികെട്ടലും അഷ്റഫ് ഒരുക്കിയത് ശ്രദ്ധിക്കേണ്ടതാണ്. പാണക്കാട് സ്വാദിഖലി ശിഹാബ് തങ്ങളും കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാരും നിക്കാഹിന് കാർമ്മികത്വം നിർവഹിച്ച ചടങ്ങിൽ 25 യുവതികളിലെ ഓരോരുത്തർക്കും 10 പവൻ സ്വർണ്ണാഭരണങ്ങളും സമ്മാനിച്ചു. കുട്ടികൾക്ക് ജീവിതം കൊടുക്കാൻ കഴിഞ്ഞെങ്കിൽ നമുക്ക് ഏറ്റവും നല്ലൊരു ഭാഗ്യമായിട്ട് ഞാൻ കാണുകയാണ്. ആരും ഒരാൾക്ക് ഒരു കുട്ടി കൊടുത്തു കഴിഞ്ഞാൽ അതേ വലിയൊരു ഭാഗ്യമായിട്ട് ഞാൻ കാണുകയാണ്. എൻ്റെ സഹപ്രവർത്തകർ അവർ തെരഞ്ഞെടുത്ത് പല ഭാഗങ്ങളും പോയിട്ട് അതിന് അർഹതപ്പെട്ട ആൾക്കാരെ മാത്രമാണ് തെരഞ്ഞെടുത്തുകൊണ്ട് ചെയ്തിട്ടുള്ളത്. തന്റെ അടുത്ത മകന്റെ വിവാഹത്തിന് 50 യുവതികൾക്ക് മംഗല്യ സൗഭാഗ്യം ഒരുക്കാനാണ് അഷ്റഫിന്റെയും കുടുംബത്തിന്റെയും തീരുമാനം. ഇൻഷാ അല്ലാഹ് മോളെ നസ്രി മോളെ ഒരു കല്യാണം വരുമ്പോൾ ഒരു 50 കുട്ടികളുടെ കല്യാണം കഴിപ്പിച്ചു കൊടുക്കണം എന്നാണ് ആഗ്രഹം. ഇൻഷാ അല്ലാഹ് നിങ്ങളൊക്കെ എല്ലാവരും സപ്പോർട്ടും കൂടെ ഉണ്ടാവണം. നേരത്തെ മകളുടെ വിവാഹത്തിന് 10 യുവതികൾക്ക് വിവാഹം ഒരുക്കിയിരുന്നു.
3 കോടി ചിലവിൽ ഉയർന്ന പന്തലിൽ 10,000-ഓളം പേർക്ക് സുഖമായി ഇരിക്കാനും 20,000 പേർക്ക് സദ്യയും ഒരുക്കി. ഇതൊക്കെ ചെയ്തത് ഒരു മലപ്പുറത്തുള്ള വ്യക്തിയാണ് എന്ന് പറയുമ്പോഴാണ് ചിലർ അസ്വസ്ഥരാകുന്നത്. കാരണം അങ്ങനെയാണല്ലോ മലപ്പുറത്തെ ഇവർ വിലയിരുത്തുന്നത്. അത്തരക്കാരോട് ഒരു ചോദ്യം. കേരള സ്റ്റോറി എന്ന പേരിൽ എന്ന് പറയുന്ന എന്തിലും ഈ വിഷയം നിങ്ങൾക്ക് ഉൾപ്പെടുത്താൻ സാധിക്കുമോ? അഷ്റഫ് എന്ന മനുഷ്യനെ അഭിനന്ദനങ്ങൾ കൊണ്ട് മൂടുകയാണ്. അത് അദ്ദേഹം കൂടുതൽ അർഹിക്കുന്നു. ആർഭാടം മറ്റുള്ളവർക്ക് കാണിക്കാൻ ശ്രമിക്കുന്ന വ്യക്തികൾക്ക് നന്നായൊന്ന് ചിന്തിക്കാൻ ഇദ്ദേഹത്തിൻ്റെ ഈ പുണ്യപ്രവൃത്തി ഉപകരിക്കും. വളരെ നല്ല ഒരു കാഴ്ച. എല്ലാവരെയും ഒന്ന് ചേർത്ത് ഒന്നിച്ച് നിർത്തി ഒരു സമൂഹ വിവാഹം പോലെ സംഘടിപ്പിച്ചു. സ്വന്തം കുടുംബത്തിന്റെ ഒരു ആഘോഷം മാത്രമായി ഒതുങ്ങേണ്ടിയിടത്തു നിന്ന് അത് ഒരുപാട് പേരെ ഒന്ന് ചേർത്ത് നിർത്തി ഒരു ആഘോഷമായി നടത്തുമ്പോൾ അത് വലിയ സന്തോഷമാണ്. മറ്റുള്ളവർ കൂടി മാതൃകയാക്കി എടുക്കാവുന്നതാണ്. ആർഭാട കല്യാണം വേണ്ട എന്നല്ല, അതൊക്കെ ഓരോരുത്തരുടെയും ഇഷ്ടമാണ്. പക്ഷേ ഇങ്ങനെ എല്ലാവരെയും ചേർത്ത് പിടിച്ചുകൊണ്ട് കൂടി നടത്തുമ്പോൾ അത് കൂടുതൽ മാധുര്യമേറും ഓരോ വർഷവും നമ്മൾ ആലോചിക്കുമ്പോൾ എന്നുള്ളതാണ്. സമൂഹത്തിലെ ഉയർന്ന വ്യക്തികളും രാഷ്ട്രീയ നേതാക്കന്മാരുടെ സാന്നിധ്യവും മതനേതാക്കന്മാരുടെ സഹകരണവും മറ്റു ക്ഷണിക്കപ്പെട്ട 10,000-കണക്കിന് വരുന്നവരെയും സാക്ഷിയാക്കി നടത്തിയ പ്രഖ്യാപനം അഷ്റഫ് എന്ന നന്മമരത്തെ കൂടുതൽ മനസ്സിലാക്കാൻ കഴിയുന്നു. ഇതിനു മുമ്പ് നടന്ന തൻ്റെ മകളുടെ കല്യാണത്തിനൊപ്പം 10 പേരെയും ഇപ്പോൾ മകൻ്റെ കല്യാണത്തിനൊപ്പം 25 പേരെയും സഹായിക്കാൻ സാധിച്ചതുപോലെ അടുത്ത എൻ്റെ മകളുടെ കല്യാണത്തിനൊപ്പം 50 പേരെ സഹായിക്കും എന്ന പ്രഖ്യാപനം. ആത്മാർത്ഥമായി സഹായിക്കുന്നവർ ഇന്നും സമൂഹത്തിൽ പല കോണുകളിലും ജീവിച്ചിരിക്കുന്നുണ്ട് എന്ന് അടിവരയിട്ട് ഉറപ്പിക്കാം. 50 അല്ല 100 പേരെ സഹായിക്കാൻ അദ്ദേഹത്തിന് സാധിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു.